ഹായ് ഗൈസ്, നമുക്കിന്നൊരു പുതിയ കട പരിചയപ്പെട്ടാലോ? അവിടെ ചെന്ന് നോക്കാം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന്. ഇതാണ് നട്ട്സിൻ്റെ സെക്ഷൻ. അപ്പം ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണ് നട്ട്സ് എടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ കുറച്ച് ബദാം എടുക്കാൻ പോവാം. നട്ട്സ് ഒരു ബാഗിലെടുത്തിട്ട് അവിടെ ചുമന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആ ബാഗ് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇപ്പം ഞങ്ങൾ ഇത്രയും ബദാം എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഈ കാണുന്നത് പോലെ ഒട്ടുമിക്ക എല്ലാ ടൈപ്പിലുള്ള നട്ട്സും ഇവിടെ കിട്ടും. അതിൽ ഒരു നട്ട്സിൻ്റെ തന്നെ പല വെറൈറ്റി കിട്ടും. സ്പൈസി, സോൾട്ടഡ്, അൺസോൾട്ടഡ്, നോൺ സ്പൈസി. ഇവിടെ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ തൂക്കിയെടുക്കാം. അപ്പം നമുക്ക് 100 ഗ്രാം ആൽമണ്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ബാഗിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് നമുക്ക് തൂക്കിയെടുക്കാം. എന്നിട്ട് അതിന് പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ 250 ഗ്രാം ഒക്കെ ബാഗിനകത്തായിരിക്കും. അപ്പോൾ ആ കടയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു 100 ഗ്രാം വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ 100 ഗ്രാം വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൾക്ക് വാണി വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്ര ഗ്രാം വേണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തൂക്കിയെടുക്കാം. അതുപോലെ മസാലകളും, നമ്മുടെ കേരളത്തിലെ മസാലകളും, കുക്കീസ് ഉണ്ടാക്കുന്ന സാധനങ്ങളും ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. അത് നമുക്ക് കേക്കിനകത്തൊക്കെ ഇടാൻ വേണ്ടി ടൂട്ടി ഫ്രൂട്ടി ഇവിടെ കിട്ടും. പലതരത്തിലുള്ള പൊടികളുണ്ട്. ഗോതമ്പ് പൊടിയുണ്ട്, അതുപോലെ മൈദ, അതുപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം പൊടി. അതുപോലെ ഈ സ്ഥലത്താണെങ്കിൽ പലതരത്തിലുള്ള ഡേറ്റ്സുകളുണ്ട്. പല ടൈപ്പിലുള്ള ഡേറ്റ്സാണ്. കുറച്ച് ഡേറ്റ്സ് എടുക്കാൻ പോകുന്നു. മെജോ ഡേറ്റ്സ്. ആൽമണ്ട് പൊടിയുണ്ട്, ഓട്സ് തന്നെ പലതരത്തിലുള്ള ഓട്സ്. ഞാനിവിടെ കുറച്ച് ആൽമണ്ട് എടുക്കാൻ പോവാണ്. ഈ ആൽമണ്ട് ചില കേക്കിനൊക്കെ ആൽമണ്ട് മൈദയ്ക്ക് പകരം ആൽമണ്ട് പൊടി മാത്രം യൂസ് ചെയ്യും. അപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് ആൽമണ്ട് പൊടി എടുക്കാം. ഇവിടെ അതുപോലെ നമുക്ക് ലേസ് കിട്ടും, അതുപോലെ ചീസ് സ്റ്റിക്സ്, ഒനിയൻ റിങ്സ്, അതെല്ലാം കിട്ടും ഇവിടെ. നമുക്ക് ഇപ്പോൾ പാക്കറ്റിൽ വേണ്ടാത്തവർക്ക് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി. അതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിപ്സ്, നമ്മുടെ ചീനി വറ്റൽ, അതുപോലെ 2 ടൈപ്പ് ചീനി വറ്റലും ഉണ്ട്. സ്പൈസി ആയിട്ടുള്ളതേ ഉണ്ട്, നോൺ സ്പൈസി ആയിട്ടുള്ളതുണ്ട്. ചിപ്സ് ഉണ്ട് ഇവിടെ. ചിപ്സ് എരിവുള്ളതും ഉണ്ട്, എരിവില്ലാത്തതും ഉണ്ട്. പലതരത്തിലുള്ള ചിപ്സുകളും ഉണ്ട് ഇവിടെ കിട്ടും. ഇവിടെ നട്ട്സിലൊക്കെ ഈ ചോക്ലേറ്റ് കവർ ചെയ്ത് കിട്ടും. നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. ചോക്ലേറ്റ് സെക്ഷൻ ഇവിടെ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പണ്ട് കിട്ടുന്ന കോയിൻ മിഠായി അത് ഇവിടെ കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ ഇവിടുന്ന് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച് കുറച്ച് ഉണക്കമുന്തിരി എടുക്കാൻ. 100 ഗ്രാം $1.24. പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ലിക്വിഡായിട്ടുള്ള വെളിച്ചെണ്ണയോ അങ്ങനെ പീനട്ട് ബട്ടർ, അതുപോലെ കോൺ സിറപ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഹണി, അതുപോലത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. അത് പല ഷേപ്പിലുണ്ട്, പല സൈസിലുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നർ യൂസ് ചെയ്തിട്ട് നമുക്കത് ആ കണ്ടെയ്നറിലോട്ട് എടുക്കാം.
ഇവിടെ നമുക്ക് പീനട്ട് ബട്ടർ നമുക്ക് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഞാൻ അതൊന്ന് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫോൾഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്നിട്ട് വീട്ടിൽ എടുക്കപ്പെട്ടു. നമുക്ക് അതുപോലെ പീനട്ട് ബട്ടർ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള പാസ്ത നമുക്ക് ഇവിടുന്ന് കിട്ടും. പാസ്ത തന്നെ പല കളറുകളിൽ കിട്ടും. അപ്പോൾ ഈ കളറെന്ന് വെച്ചാൽ വെജിറ്റബിളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന കളറാണ് അത്. നമുക്ക് പരിപ്പ്, തൊമര, നമ്മുടെ പയർ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നത് ഇട്ട് വെക്കാൻ വേണ്ടി നമുക്കിവിടെ കണ്ടെയ്നേഴ്സ് കിട്ടും. ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് പലതരത്തിലുള്ള പല സൈസിലുള്ളത് കിട്ടും. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അതുപോലെ ഇവിടെ 2-3 ടൈപ്പിലുള്ള മിൽക്ക് പൗഡർ, പാൽപ്പൊടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് ഹോൾ മിൽക്ക് പൗഡർ ഉണ്ട്, അതുപോലെ സ്കിൻ മിൽക്ക് പൗഡർ, അതുപോലെ സോയ മിൽക്ക് പൗഡർ. ഈ 3 പാൽപ്പൊടിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരുപാട് മസാല പൊടികളും മസാലയും എല്ലാം കിട്ടും. അതുപോലെ നമ്മുടെ ബിരിയാണിയിലിടുന്ന എല്ലാ ടൈപ്പ് മസാലയും ഇവിടെ കിട്ടും. നമ്മൾ ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്പൈസി പൊടിയായ ഗൺ പൗഡർ മസാല ഇവിടെ കിട്ടും. അത് ഞാൻ കുറച്ച് എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യണം ഏത് ടൈപ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. ഒന്നീ തരിതരിയായിട്ടുള്ള പൊടിയാണോ അതോ നല്ലതുപോലുള്ള പൊടിയാണോ വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ചൂസ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ഫൈൻ എന്ന് പറയുന്ന ആ ഓപ്ഷനാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഈ കാരമൽ, വാനില ബീൻസ്, കോഫി ബീൻസ് ഇവിടെ നിന്നൊരു ബാഗ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട്, അത് പ്രസ് ചെയ്ത് നമ്മൾ ഈ ബാഗ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഈ ഗ്രൈൻഡർ തനിയെ ഓഫാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഫി പൗഡർ നമുക്കിവിടെ കിട്ടും. ഇവിടെ പല ടൈപ്പിലുള്ള മാച്ച കിട്ടും. മാച്ച, ഗ്രീൻ ടീ പൗഡർ, അതുപോലെ മാംഗോ മാച്ച, വാനില മാച്ച, അതുപോലെ പലതരത്തിലുള്ള മാച്ച പൗഡർ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള തേയില കിട്ടും. ഞങ്ങൾ ഒരു ടൈപ്പ് തേയില വാങ്ങിച്ചു, പീച്ച് കോക്ടെയിൽ ടീ പൗഡർ. അത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ ഗൈസ്.